ചായ്പൻകുഴിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം നടത്തി. ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തിയ നാട്ടുകാർ ഓഫീസിൽ എത്തി സാധന സാമഗ്രികൾ നശിപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തി. പലതവണ പ്രദേശത്ത് കാട്ടാന ആക്രമണമുണ്ടായിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അനാസ്ഥ കാണിക്കുകയാണെന്ന് കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KT ജെയിംസ് പറഞ്ഞു. ചായ്പൻകുഴി ജംഗ്ഷൻ പള്ളി സ്കൂൾ അവിടെ 100 മീറ്റർ അകലെയാണ് ഇപ്പോൾ രാവിലെ ഉണ്ടായിട്ടുള്ള തെക്കൂടൻ സുബരൻ എന്ന് പറയുന്ന ഒരു 75 വയസ്സുള്ള ഒരു പ്രായമുള്ള ആളെ ആന ചവിട്ടി കൊന്നു. പള്ളിയുടെ അടുത്തുനിന്ന് 100-150 മീറ്റർ, ഫോറസ്റ്റ് ഓഫീസിൽ 100 മീറ്റർ മാത്രം അകലെയുള്ള അടുത്താണ്. ഒരു 6 മാസം മുമ്പ് ചായ്പൻകുഴി ഇതേ സ്ഥലത്ത് വെച്ച് ഒരാളുടെ ഈ ഫോറസ്റ്റ് ഓഫീസിന് മതിലിനോട് ചേർന്നുള്ള ഒരു 10-500 വാഴ നശിപ്പിച്ചിട്ട് ഞാൻ കുത്തിയിരുന്ന് സമരം നടത്തിയ ഫോറസ്റ്റ് സ്റ്റേഷനാണ്. അതിനുശേഷം ഇവർ ചിലപ്പോഴൊക്കെ അവിടെ പട്രോളിംഗ് നടത്തും. അത് കഴിഞ്ഞു, സമരം കഴിഞ്ഞു, പ്രശ്നം തീർന്ന രീതിയിൽ ഇപ്പോൾ ഒരു തരത്തിലുള്ള ഫോറസ്റ്റുകാരുടെ ശ്രദ്ധ അവിടെ ഇല്ല. കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മുടെ വെട്ടിക്കുഴി ഭാഗത്ത് ഒരു പയ്യൻ വീട്ടിലേക്ക് കയറി ചേർന്ന് തൊട്ടു മുമ്പിൽ ആന നിലവിളിച്ച് ഓടി രക്ഷപ്പെട്ടവൻ. നിരന്തരമായിട്ട് ജനവാസ മേഖലയിൽ ആന ഇറങ്ങി കൃഷിയും ഇതുപോലെ ഒരാൾ മരിക്കുന്ന തരത്തിലേക്ക് വരെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് പോലും ഉത്തരവാദിത്തപ്പെട്ട തരത്തിലൊന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ശ്രദ്ധ അവിടേക്കില്ല. ഈ മരിച്ച ആളെ എങ്ങോട്ട് പോയിരുന്നു? അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് രാവിലെ ചായ കുടിക്കാനായിട്ട് ജംഗ്ഷനിലേക്ക് വരുന്ന സമയത്താണ് ഈ പറയുന്ന ഒരു 100-150 മീറ്റർ അകലെ ജംഗ്ഷനിൽ വെച്ചാണ് അദ്ദേഹത്തിന് സംഭവം ഉണ്ടാകുന്നത്. 75 വയസ്സ് പ്രായമുണ്ടാവും.